എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ സർലാസ് ആണ്. അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞ ചല്ലാസ്, കേരള ഓണിയൻ സാലഡ്. അപ്പോൾ ഇന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ എന്തായാലും വീഡിയോന് മുടക്കം വരാൻ പാടില്ലല്ലോ. മാത്രമല്ല ഈ റെസിപ്പി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലം മുതലേ തന്നെ ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഷോർട്ട് വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് 2 സവാള നൈസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 പച്ചമുളക് വളരെ നൈസാക്കിയിട്ടുള്ളതാണ്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അത് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വിനീഗർ, വൈറ്റ് വിനീഗർ, സാധാരണ നമ്മുടെ വിനീഗർ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി നന്നായിട്ട് അങ്ങ് കൈ വെച്ച് അങ്ങ് ഞരടി കൊടുക്കുക. ആ ഞരടുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഞാനിത് 2 തരത്തിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഇച്ചിരി തിരക്കിലാണ്. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് തീരെ സമയമില്ല. സമയമില്ല ഇൻ ദ സെൻസ് ഇന്നലെ ഭയങ്കര ലേറ്റായിട്ടാണ് ഞാൻ ഉറങ്ങിയത്. ഇന്നലെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പോയപ്പോൾ 1 മണിയായി, 1-1:30 ഉറങ്ങിയപ്പോൾ. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റിട്ട് എനിക്ക് വലിയൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ആരോഗ്യമില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഷോർട്ട് വീഡിയോ കൊണ്ടുവരാമെന്ന് വെച്ചു. പിന്നെ ഞാനിത് ഒരുപാട് വീഡിയോസിൻ്റെ, അതായത് നെയ്ച്ചോറിൻ്റെ അല്ലെങ്കിൽ ബിരിയാണിയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചേച്ചി ഉണ്ടാക്കാമെന്ന്. ഓക്കെ, അതുകൊണ്ട് നമുക്കൊരു 20 മിനിറ്റോളം നമുക്കിത് അങ്ങ് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിലത്തെ ആ വെള്ളമൊക്കെ ഇങ്ങ് പുറത്തോട്ട് വരും. എന്നിട്ട് ആ വെള്ളം അങ്ങ് പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുക. ഇതാണ് ഒരു രീതി കേട്ടോ. രണ്ടാമത്തെ രീതി ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമുക്കിതങ്ങ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ വിനീഗർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പുളി നോക്കിയപ്പോൾ കുറച്ച് കുറവ് പോലെ തോന്നി. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ പുളിയുടെ അളവ് മാറ്റാം. അതായത് വിനീഗറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായി വെള്ളം ഇതിൽ നിന്ന് ഒണിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ദാബയിലൊക്കെ കിട്ടുന്ന ഉള്ളി സാലഡ് വേറെയാണ്. ചെറിയ ഉള്ളി വെച്ചിട്ടും സവാള വെച്ചിട്ടും നമ്മൾ വേറെ രീതിയിൽ ഉണ്ടാക്കും. അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള വെള്ളം അങ്ങ് പിഴിഞ്ഞ് കളയാം. അപ്പോൾ ഈ 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ പച്ചമുളക് ആണെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ 3 ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് ആ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ ചെയ്യണം കേട്ടോ. ഇതുപോലെ നമുക്കങ്ങ് പിഴിഞ്ഞ് കളയാം. ഇത് അടിപൊളിയാണ്. ഇത് എനിക്കിങ്ങനെ ചുമ്മാ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു അല്പം പഞ്ചസാര ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടോ. ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. നൈസായിട്ട് അരിയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു വലിയ പീസായിട്ട് അങ്ങ് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോഫ്റ്റായിട്ട് വരില്ല നമ്മുടെ സവാള. അപ്പോൾ സിമ്പിളായിട്ടുള്ള കേരള നാടൻ സലാഡ് എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാനൊന്ന് ഒരു പീസ് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി കഴിച്ച് നോക്കട്ടെ. അരേ വാ, എന്താ രുചിയെന്നറിയാം. പിന്നെ അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. ബിരിയാണിയുടെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സൂപ്പറാണ്. ഈവൻ നമ്മുടെ സാധാരണ ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു, ബൈ ബൈ.